നമസ്കാരം. ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങളുമായി തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ. നിങ്ങളുടെ വോട്ട് BJPക്ക് പോയില്ലേ എന്ന് പച്ചയ്ക്ക് ചോദിച്ചുകൊണ്ടായിരുന്നു മൊയ്തീൻ മുഖ്യന്റെ വായടപ്പിച്ചത്. ഒടുക്കം മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ സ്പീക്കർക്ക് മൊയ്തീന്റെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വന്നു. മൊയ്തീന്റെ ആ പ്രസംഗത്തിലേക്ക്. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിനുണ്ടായത് കനത്തതാണ് എന്നത് അംഗീകരിക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടല്ല. ഇവിടെ എന്തൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത്? ഇവിടെ നിങ്ങളാണ് ജനങ്ങളുടെ വലിയ അട്ടിപ്പേറവകാശികൾ എന്ന രീതിയിലാണല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ വലിയ വലിയ വർത്തമാനങ്ങൾ നിങ്ങൾ പറഞ്ഞിരുന്നത്. ഇവിടെ ഞങ്ങൾ അഹങ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. എവിടെയാണ് ഞങ്ങൾ അഹങ്കരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ വിജയം ഉണ്ടായിട്ട് 77-ൽ 20 സീറ്റിൽ വിജയിച്ചിട്ട് UDF അഭൂതപൂർവമായ വിജയം നേടി ഈ സഭയിലേക്ക് വന്നിട്ട് അഹങ്കരിച്ചിട്ടില്ല. എന്നിട്ടാണോ ഇതിന് ഞങ്ങൾ അഹങ്കരിക്കുന്നത്? അപ്പുറത്തുള്ള ആളുകളാണ് ആലോചിക്കേണ്ടത്. അഹങ്കാരം നിങ്ങളുടെ തലയിലെ തലപ്പാവാണ്. നിങ്ങൾ 2021-ൽ ജയിച്ചു വന്നു. ഇത് 15ാം സഭയുടെ 11ാം സമ്മേളനമാണ്. കഴിഞ്ഞ 10ാം സമ്മേളനത്തിൽ അവസാനം പ്രസംഗിച്ച ഇടതുപക്ഷത്തിന്റെ മെമ്പർ പോലും 2021-ലെ വിജയകഥ പറയുകയും പിണറായിക്ക് ഇവിടെ വളരെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. പുകഴ്ത്തി പറഞ്ഞോളൂ. പക്ഷെ ആ വിജയവും നിങ്ങളുടെ നേട്ടവും 99-ന്റെ കണക്കും ഈ സഭക്കകത്ത് എത്രമാത്രം മുഴങ്ങി? 3 വർഷക്കാലം. എന്നാൽ ഞങ്ങൾ ഈ വിജയം നേടിയിട്ട് ആ വിജയിച്ചു എന്ന് പറയാൻ പോലും പാടില്ലെന്നാണോ നിങ്ങളുടെ കണക്ക്? ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ മുഖം നോക്കിയിരിക്കുകയാണ്. എന്തിനാ ഈ സുന്ദരിക്കുട്ടി എങ്ങനെ നോക്കി നിൽക്കുന്നത്? വേറെ പലയിടത്തും നോക്കാൻ നിങ്ങൾക്കില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഞ്ഞക്കണ്ണട വെച്ച് നോക്കുമ്പോ അങ്ങനെയൊക്കെ കാണും. മഞ്ഞപ്പിത്തം പിടിച്ച കുട്ടി കാണുന്നൊക്കെ മഞ്ഞ എന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് ആശങ്കയോടുകൂടി നോക്കണ്ട. ഞങ്ങളെ മുഖമുഖിതമല്ല, സുന്ദരമാണ്. സുന്ദരമായ മുഖവും തിളങ്ങുന്ന കണ്ണുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതാരുടെ മുമ്പിൽ ഞങ്ങൾ അടിയേറ വെക്കില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, 2019-ൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. 2019-ൽ കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കുന്നു. 5.67% വോട്ട് ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കുറഞ്ഞത് 4.67%. 1% വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയാൻ തക്കതായ കാരണങ്ങളുണ്ട്. 3 കാരണങ്ങളുണ്ട്. അത് ഒന്ന് നിങ്ങൾക്കും സ്വല്പം ബാധകമാകും. ഒന്ന്, 2019-ലെ തെരഞ്ഞെടുപ്പിൽ 4,04,780 ആളുകൾ കൂടുതൽ വോട്ട് ചെയ്തിരുന്നു. അത്രയും വോട്ട് പ്രാവശ്യം കുറഞ്ഞുപോയി എന്ന് വെച്ചാൽ 1.98%, 2% എന്ന് പറയാം. അതിവിടെ കുറയും. പിന്നെ 2 കാരണങ്ങൾ. ഒന്ന്, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വലിയ സംഘടനയാണല്ലോ കേരള കോൺഗ്രസ്. അത് 19 ഞങ്ങളൊപ്പമായിരുന്നു. കേരള കോൺഗ്രസ് CM 5-6 ഉണ്ടല്ലേ? അപ്പോ കേരള കോൺഗ്രസ് CM അതിപ്പോ നിങ്ങളുടെ കൂടെയാണ്. ഒരു വലിയ ജനകീയ പാർട്ടി നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഒലിച്ചു പോന്നു. അതിന്റെ ഒരു കുറവ് കൂടെ വരില്ലേ? പിന്നെ മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ആദ്യമായി കേരളത്തിൽ വന്ന് മത്സരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്ന ഒരു കാഴ്ചപ്പാട് ഒരു ധാരാളം ജനങ്ങൾക്കുണ്ടായി. അപ്പോ ഒരു വയനാട് മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലാകെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായി. നമുക്കറിയാമല്ലോ, പുതുമണവാളൻ ആദ്യമായി വീട്ടിലേക്ക് വരുമ്പോ കുടുംബക്കാരും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ വരും. രണ്ടാമത് വരുമ്പോ അതുണ്ടാവില്ല. ആദ്യം വന്നപ്പോ എല്ലാവരും കൂടി എല്ലാവരും അത്ഭുതമായി നോക്കി. അതിന്റെ ഒരു വളർച്ചയാണ് അന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ 2 കാരണങ്ങൾ ഞങ്ങൾ ഇന്ന് കുറഞ്ഞിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞു. തക്കതായ കാരണമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ 5%, 4.67% വോട്ട് കുറഞ്ഞത് BJPക്ക് പോയതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാനുണ്ടോ? അതധികം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഞങ്ങൾ കൂടി ഞങ്ങൾ നാട്ടാം, നിങ്ങൾ നാട്ടണ്ട. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും മുഖ്യമന്ത്രിയുടെ തലയിലേക്കാണ് സർ. എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കാണ്. CPM-ന്റെ കമ്മിറ്റിയുടെ CPI-ക്കാർ പറയുന്നൊക്കെ
അങ്ങനെ മുഖ്യമന്ത്രി മാത്രം തലയിൽ വെക്കണ്ട, അത് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നയത്തിന്റെ ഫലമാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു സൂര്യനാണ് പിണറായി എന്ന്. ആ സൂര്യാഘാതമേറ്റ് തളർച്ച